ഗവർണറെ മുൻനിർത്തി കേരളത്തിൽ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് AIYF അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുഖ്ജിന്ദർ സിംഗ് മഹേശ്വരി പറഞ്ഞു. CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് സംഘടിപ്പിച്ച യുവജന വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠിക്കുവാനും പോരാടാനും വിദ്യാർത്ഥിക്കൊരു പ്രസ്ഥാനം AISF സിന്ദാബാദ് രക്തം എടുക്കുന്നവരല്ല കൊടുക്കുന്നവരാണ് തങ്ങളുടെ പ്രവർത്തകർ എന്ന് മഹേശ്വരി പറഞ്ഞു. जो हमारा डेमोक्रेटिक स्ट्रक्चर है उसको बीजेपी डेमोलिश कर रहा है और गवर्नर के थ्रू वो अपना शासन चलाना चाहता है. और यहाँ भी हमारे ऑल इंडिया यूथ फेडरेशन ने जो गवर्नर हाउस तक मार्च किया था उसने पूरे देश में मैसेज दिया है. और गवर्नर का जो हम आज विरोध कर रहे हैं ये ऑल इंडिया यूथ फेडरेशन आज विरोध नहीं कर रहा है. आप भगत सिंह को पढ़िए, आफ्टर इंडिपेंडेंस हमारे देश का स्ट्रक्चर कैसा होगा. तो उन्होंने कहा था कि अभी जो गवर्नर का पोस्ट है आफ्टर इंडिपेंडेंस हम इसको डेमोलिश करेंगे क्योंकि गवर्नर है वो डिक्टेटर है जो भगत सिंह ने कहा था. വാഗ്ദാനം ചെയ്ത തൊഴിലുകൾ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദ്യമുയർത്തി. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ CPI മണ്ഡലം സെക്രട്ടറി AK അബ്ദുൾ അധ്യക്ഷനായി. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ മുഖ്യപ്രഭാഷണം നടത്തി. 10 ലക്ഷം രൂപ വീതം വരുന്ന 10 വീടുകൾ നിർമ്മിച്ചു കൊടുത്ത് 1 കോടി രൂപ നമ്മൾ അതിനുവേണ്ടി സമാഹരിക്കുമെന്ന് തീരുമാനിച്ചു. കൃത്യം ഒരു മാസം കൊണ്ട് നമ്മുടെ ഈ കേരളത്തിലെ AIYFന്റെ പ്രിയപ്പെട്ട സഖാക്കൾ ആക്രി വിറ്റുകൊണ്ടും ആക്രി ശേഖരിച്ചുകൊണ്ടും തട്ടുകടകൾ നടത്തിക്കൊണ്ടും വിവിധ ചലഞ്ചുകളിലൂടെ അവരുടെ ചോര വിയർപ്പാക്കിക്കൊണ്ട് ഒരു മാസക്കാലം കൊണ്ട് 1 കോടി രൂപ സമാഹരിച്ച് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൈമാറിയ സംഘടനയുടെ പേര് AIYF ആയതുകൊണ്ടാണ് KJ ജേക്കബ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ പറഞ്ഞത്. റീലുകളിലും മറ്റുമല്ല AIYF പ്രവർത്തിച്ചത്, അവർ പ്രവർത്തിച്ചത് ജനഹൃദയങ്ങളിലാണ് എന്ന് പറയുവാൻ. സുപ്രീം കോടതി അഭിഭാഷകൻ ജുനൈസ് പടലത്ത് ഉദ്ഘാടക പ്രസംഗം പരിഭാഷപ്പെടുത്തി. A അതിൻ, KP സുരേഷ് രാജ്, മണികണ്ഠൻ പൊറ്റശ്ശേരി, K ഷാജഹാൻ, P നൌഷാദ്, P കബീർ, ജില്ലാ മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.